ഹായ് എവ്രിവൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ അപർണ തോമസ് പുള്ളിക്കാരിയുടെ വീഡിയോന്റെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും സദ്യയൊക്കെ കഴിച്ചാണെന്ന് വിചാരിക്കുന്നു. പൈസൊക്കെ ഓവർ കഴിച്ചിട്ട് ഷുഗറിന്റെ ലെവലൊന്നും കൂട്ടണ്ട. ആളെ തിരിച്ച് നമുക്ക് പിന്നെയും ജിമ്മിലേക്കും വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ പോകാനുള്ളതാണ് നമ്മളൊരു ബോധം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും ആ ബോധം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു 4-5 ഗ്ലാസ് പായസമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഉപദേശിക്കാർക്കും പറ്റില്ല അല്ലേ. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബ്യൂട്ടി ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ ആണ്. ബ്യൂട്ടി ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് എസ്പെഷ്യലി അവരുടെ ഫോളോവേഴ്സിനോട് പറയുന്നത് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗോ ടു എ സ്റ്റോർ ആൻഡ് ബൈ ഇറ്റ്. കാര്യം നമുക്ക് ചിലപ്പോൾ ട്രൈ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും, അത് ട്രൈ ചെയ്തിട്ട് മേടിക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസിലെ പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾ മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ അവരതിൽ പറയുന്ന ഒരു സംഭവം, അവര് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒന്നും അവർ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ വീഡിയോന് വേണ്ടി മാത്രം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ഡേ നമ്മളത് പോയി പർച്ചേസ് ചെയ്യും അല്ലേ. ചെയ്യാതിരിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഈ ഇൻഫ്ലുവൻസേഴ്സ്മാർക്ക് ഇതൊക്കെ ഈ പ്രൊഡക്റ്റിനൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് പൈസ കിട്ടുന്നുണ്ട്. ഈ കണ്ണു കണ്ട സാധനമൊക്കെ മുഖത്തെടുത്ത് പുരട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ പണി കിട്ടുന്നത് നമുക്കാണ്, പൈസ കിട്ടുന്നത് അവർക്ക്. അത്രയേ ഉള്ളൂ. ഭയങ്കര ഡിഫറൻസ് ആണ്. പണി നമുക്കും കിട്ടും, പൈസ അവർക്കും കിട്ടും. മനസ്സിലായില്ലേ? ഇനിയും സ്കിൻ കെയർ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഒബ്സഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലൊക്കെ ഒന്ന് ചെയ്താൽ മതി. കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ മുന്നേ ഒരു സലൂണിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സലൂണിൽ വർക്ക് ചെയ്യുമ്പോൾ കുറേ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ആളുകളൊക്കെ എൻ്റെ കൂടെ കൊളീഗ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒരു സ്കിൻ ടെക്സ്ചർ, പ്രത്യേകിച്ച് ലേഡീസിൻ്റെയൊക്കെ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അധികം ബോയിൽഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് കാണാം, സ്റ്റീം ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് അവർ കഴിക്കുന്നത് കാണാം, ഒരു ഇച്ചിരി പോകുന്ന പോർഷനിൽ അവർ ചോറ് കഴിക്കുന്നതും കാണാം. കൂടുതൽ ഫ്രൂട്ട്സ്, നട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ കഴിക്കുന്നത്. അവരുടെ സ്കിൻ അങ്ങനെയൊക്കെയാണ്, അത്രയും ഗ്ലോയി ആയിട്ടുള്ള സ്കിന്നൊക്കെയാണ്. അപ്പോൾ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് സ്കിൻ കെയറിൽ ഇനിയും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർ, ChatGPT, യൂട്യൂബ് ഇതിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക് മെഡിസിനിൽ. അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുകൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സ്, നിങ്ങളുടെ സ്കിന്നിന് എന്താ വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഗൈഡ് ചെയ്യും. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെളുത്തിട്ട് പാറുന്നതിന് പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സുന്ദരന്മാരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.